ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അതുപോലെ തന്നെ കേക്കിൻ്റെ റെസിപ്പീസും അതുപോലെ ഡെക്കറേഷനും എല്ലാം കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങി വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് നടുകെ കീറിയതും അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ടയാക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. എണ്ണയിൽ നല്ലതുപോലെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ സോട്ട് ചെയ്തെടുത്ത് വെച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുട്ടാണ് കേട്ടോ. തലേന്ന് ഞാൻ പുട്ടുണ്ടാക്കിയത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാലത്ത് അതിന് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓൾറെഡി നമ്മൾ പുട്ടിൽ ഉപ്പിട്ടിട്ടാണല്ലോ വേവിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുട്ടൊക്കെ ബാക്കി വരുന്ന ടൈമിൽ അത് കളയാണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഒരു വെറൈറ്റി അത്ര തന്നെ. പിന്നെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് മിക്സഡ് ആയിട്ടുള്ള വ്ളോഗാണ്. 2-3 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ മീഷോന്ന് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു വാച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ആ ബോക്സ് ഒന്ന് കട്ടാക്കലാണ്. അപ്പോൾ അവനക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു എക്സൈറ്റ്മെൻറ്റാണ് അത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്ന് കട്ടാക്കി എടുക്കണം. അവന് 2-3 ദിവസമായിട്ടാണ്, 2-3 കുറച്ച് ദിവസങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് വാച്ച് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാച്ചൊക്കെ ഇതവിടെ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അവനിക്ക് എന്നെ തുറക്കണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയുണ്ട് ഇവിടെ. അങ്ങനെ വാച്ചിനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് അത്ര 200 രൂപേൻ്റെ ഉള്ളിലായിട്ടുള്ളൂ കേട്ടോ ഈ വാച്ചിന്. 200 രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടാ, കടുക് പൊട്ടിക്കാൻ ഞാൻ സത്യത്തിൽ മറന്നുപോയതാണ്. കടുകിൻ്റെ ബോട്ടിലെടുത്തിട്ട് താഴ്ത്തി വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മറന്നുപോയതാണ്. അപ്പോൾ കടുക് എന്തായാലും പൊട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കുറവാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണയിലേ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. ഈ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതിന് ഒരു സ്പെഷ്യൽ പറയാനായിട്ട് നമ്മൾ മാങ്ങനെ തലേന്ന് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് കാര്യങ്ങളാണ് അച്ചാറിന് ഉണ്ടാകുക കേട്ടോ. നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ വെയിലത്ത് വെക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. മാങ്ങ അതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ മാങ്ങയൊക്കെ നല്ലതുപോലെ വാടി ഉപ്പൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുകും 1 ടീസ്പൂണ് ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ താളിക്കുന്ന ടൈമിലില്ലേ അപ്പോൾ ഇട്ട് കൊടുക്കണം. എനിക്കെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ്.
പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിനീഗറും കൂടി ഒഴിക്കാം. ഞാൻ ഇപ്പോൾ വിനീഗർ ഒഴിക്കണില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഇത് 2 ദിവസത്തിനുള്ളിൽ ഈ അച്ചാർ മൊത്തം ഫിനിഷ് ആവും കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാനത് ഒഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. അപ്പോൾ 1/2 kg വരുന്ന ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയിൽ അതിൻ്റെ ആ 1/2 കപ്പിൽ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് മൈദ ഒന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ആക്കാറില്ല. നല്ലപോലെ അരിച്ചെടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സായ ശേഷം ഇതിലേക്ക് മൈദ അളന്നിട്ടുള്ള കപ്പിന് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 2-3 തവണയായിട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സാക്കി ആ പഞ്ചസാര മെൽട്ടാകണ വരെ സ്പീഡ് 1-ലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം സ്പീഡ് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ നല്ല ഫ്ലഫി ആക്കി എടുത്തതിന് ശേഷം നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഇടവിട്ട് പാൽ ഒഴിച്ച് കൊടുക്കണം. പാലിൽ 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ ഇട്ട് ബ്രഷ് ചെയ്ത് വെച്ചാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 25-30 മിനിറ്റൊക്കെ തന്നെ എനിക്ക് ടൈം വന്നിട്ടുള്ളൂ കേട്ടോ ബേക്കാകാൻ. ചെറിയ കേക്കല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ കുറേ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്, ആ രീതിക്ക് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചായൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനൊക്കെ. അപ്പോൾ ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ വേണമെങ്കിൽ ചോക്കോ ചിപ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചായൻ്റെ കൂടെ കഴിക്കുക. പിന്നെ ഞാനിതിൽ ക്രീം കോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ടിങ്ങൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ വൈറ്റ് കളറിൽ തന്നെ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഡിസൈൻ ചെയ്ത് അതേ നോസിൽ വെച്ചിട്ട് തന്നെ താഴത്തും അതേ ഡിസൈനിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കേക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 1 മാസം ഫോൺ നോക്കാണ്ടിരുന്നതിനുള്ള കുട്ടികൾക്കുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറിലാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിൽ തന്നെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഇത് കുഞ്ഞ് ഹാർട്ടും കൂടി ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെയും ഇതുപോലെ ഹാർട്ടുകൾ വരച്ച് കൊടുക്കുക. അവിടെ ആയിട്ട് വരച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് അധികം തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ. 1/2 kgയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് റിബണും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതവിടെ എൻ്റെ കയ്യിൽ റെഡ് കളർ റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കേക്കിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള റിബണാണ്. അപ്പോൾ ഞാനതങ്ങനെ അത് ഒരു ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് അവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.